ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ന്യൂ 123 നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ എക്സ്ട്രീം കാറിൻ്റെ ഓഫ് റോഡ് വന്നിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യാൻ മറന്നതാണ്. ഞാൻ വണ്ടിയെല്ലാം എടുത്ത് കയറ്റാൻ ഓർമ്മയായിരുന്നു, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. നമ്മൾ 4x4 ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടിയുടെ പേര് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിൽ 4x4 പിന്നെ എന്തെങ്കിലും കറക്റ്റ് എഴുതിയിട്ട് കാണിച്ചു. നമുക്ക് ഈ വണ്ടിക്കൊരു പേരിടാം. എന്താ പേരിടേണ്ടത്? ഗൈസ് കമൻറ്റ് ചെയ്യും എന്താണ് പേരിടേണ്ടത് ഈ വണ്ടിക്ക്. ഗൈസ്, നമുക്ക് ഓഫ് റോഡ് വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് റോട്ട് മുകളിലോട്ട് പോകുന്നത് ശരിയില്ലാതെ, അതുകൊണ്ട് നമ്മൾ അരുവിയിലോട്ട് ഓടിക്കുകയാണ്. ഗൈസ്, ഈ ഗോൾഡിൻ്റെ സാധനം എന്തിനാന്ന് മനസ്സിലായി. ഗൈസ്, നമുക്ക് ഇത് എടുക്കുമ്പോൾ പൈസ കിട്ടും. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ഇത് എടുത്തിന്, പക്ഷെ എന്തിനാ ഉപയോഗിക്കണമെന്ന് അറിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഓഫ്ലൈനായിട്ട് കളിച്ചപ്പോൾ ഇത് പൈസ എന്തിരുന്നു. ഇതിനെക്കൊണ്ട് നമുക്ക് പെയിൻറ്റ് മാറ്റാൻ കഴിയും, പിന്നെ ഗ്ലാസ്സിൻ്റെ കളറ് മാറ്റുക, പിന്നെ ടയറിൻ്റെ ഇത് മാറ്റുന്നത്. ടയറിൻ്റെ മേലെ സാധനത്തിൽ ഞാൻ മറന്നുപോയി, എന്തും അതിന് പോയി പറയുക, അതെല്ലാം മാറ്റാൻ കഴിയും. പിന്നെ നമുക്ക് പുകേൻ്റെ കളറ് മാറ്റാം. പിന്നെ നമുക്കൊരു വേറെ സാധനമുണ്ട്, ഇത് XP എന്ന് പറയുന്ന സാധനമാണ്. നമുക്ക് സൈഡിൽ കണ്ടില്ലേ, അതിനെ കൂട്ടിത്തരുന്ന സാധനം. പിന്നൊരു സാധനമുണ്ട്, ഈ മറ്റേ സ്പാനർ സ്ക്രൂ ഡ്രൈവറിൻ്റെ ചിഹ്നമുള്ള ടോക്കൻ. ആ ടോക്കൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്യുന്നത് വെച്ചാൽ ഈ വണ്ടി അപ്ഗ്രേഡ് ചെയ്യാം, എല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ വണ്ടിയൊന്നും അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, പെയിൻറ്റ് മാറ്റണമെന്നുണ്ട്. കാരണം അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി ഇപ്പം തന്നെ നല്ല സ്മൂത്തിൽ പോകുന്നുണ്ട്. പൈസ കണ്ട നല്ല സ്മൂത്തിൽ ഓഫ് റോഡിലും കയറുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കൊരു ചെറുതായിട്ട് പണി കാണുന്ന പോലെ തോന്നുന്നത്. അത് എൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു, വണ്ടീൻ്റെ കുഴപ്പമൊന്നുമല്ല, എനിക്ക് ഓട്ടിക്കാൻ അറിയാത്തതിൻ്റെ കുഴപ്പമാണ്. പിന്നെ ഞാൻ മലയെല്ലാം കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ മലയൊന്നും കയറുന്നില്ല. ഗൈസ്, ഈ വണ്ടിക്ക് വലിയ മലയൊന്നും കയറാൻ കഴിയില്ല, ചെറിയ ചെറിയ മലയെല്ലാം സുഖത്തിൽ കയറാം. ഗൈസ്, ഇതിലോട്ട് കയറാൻ കഴിയും. ഗൈസ് കണ്ട ഈ പച്ച പാറക്കഷ്ണം കണ്ട ആ പച്ചപ്പാറയിലോട്ട് വേഗം സ്മൂത്തിലെടുത്തോട്ട് പോകാൻ കഴിയും. ഗൈസ്, നമ്മൾ വലിയ പാറയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് റോഡിൽ നിന്നെടുത്ത് നമുക്ക് കളറ് മാറ്റാൻ പോവാം. ഈ മലമൊന്ന് കഴിഞ്ഞിട്ട് മലമൊന്ന് കീഴാൻ നല്ല ഹൈറ്റിലെത്തിക്കണം. ഗൈസ്, അപ്പുറത്തെ സൈഡ് ഫുൾ ബ്ലറായിട്ടാണെങ്കിലും ഒന്നും കാണുന്നില്ല. ഗൈസ്, അവിടെ ഒന്നും കാണുന്നില്ല. ഗൈസ്, ഞാൻ മലയുടെ മേലെ അടിച്ച് വീണിട്ടുണ്ട്. മുന്നിൽ നല്ലോണം ഗ്ലാസ്സെല്ലാം പൊട്ടി മുന്നിൽ ചടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ റിപ്പയർ ചെയ്യും. ഇത് പിന്നെ അപ്പോൾ റിപ്പയർ ചെയ്യാനൊന്നും പൈസ വേണ്ട. ഗൈസ്, എത്ര വേണമെങ്കിൽ റിപ്പയർ ചെയ്യാം. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ഗൈസ്, നമ്മളെ ശുക്കൂറിൻ്റെ വണ്ടി നമുക്കിനി ശുക്കൂറിൻ്റെ വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോയതാണ്. അപ്ഗ്രേഡ് വെച്ചാൽ കാര്യമായിട്ട് അപ്ഗ്രേഡ് ഒന്നുമല്ല, ഇതെല്ലാം കളറെല്ലാം മാറ്റണം, അത്രയേ ഉള്ളൂ. ഗൈസ്, ഇത് നമുക്ക് ബ്ലാക്ക് ആക്കാം, കളറ് ഒരു താറിൻ്റെ ലുക്ക് വരുത്തിക്കാം. ഗൈസ്, പിന്നെ നമുക്ക് എന്താ മാറ്റണ്ടേ? ഈ ടയറിൻ്റെ മേലെ വെക്കുന്ന സാധനം മാറ്റണം. ഗൈസ്, ഇതന്നെ വെക്കാൻ തോന്നും, വേറെ ഒന്നും നമുക്ക് അങ്ങനെ രസമായിട്ട് തോന്നുന്നില്ല. ഗൈസ്, ഇതിൽ പിന്നെ പരസ്യം കാണും. ഗൈസ്, പരസ്യം കാണാൻ പണ്ടേ ഇഷ്ടമല്ല. പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം. പൈസക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ ഇതങ്ങ് മേടിച്ചിട്ടുണ്ട്, ഒന്നും നോക്കാണ്ട്. ചേരുന്നുണ്ടോയെന്നില്ലയെന്ന് ചോദിക്കരുത്, നമ്മൾ കണ്ണു കൂട്ടി അങ്ങ് മേടിക്കണം. ഗൈസ്, പിന്നെ ഇതിൻ്റെ കളറ് മാറ്റാൻ എനിക്ക് താല്പര്യമില്ല. ഗൈസ്, പിന്നെ നമ്മളെ ലെവലപ്പ് ആയിട്ടുണ്ട്. ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നിടക്ക് ലെവലിൻ്റെയായി. നമുക്ക് ലെവലിൽ ഇപ്പോൾ കാണിച്ചാൽ ഞാൻ മറന്നുപോയി. പിന്നെ നമുക്ക് വണ്ടീൻ്റെ അടിയത്തെ ലൈറ്റ് മാറ്റണം. നമുക്കത് ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഇതെല്ലാം നമ്മൾ മാച്ച് നോക്കിയിട്ടൊന്നും എടുക്കണ്ടല്ലോ, ഏതെങ്കിലും ഒന്നങ്ങ് എടുക്കലാം. ഗൈസ്, പിന്നെ പൈസ തീർന്നു.
അത്രേ സീനുള്ളൂ. പൈസ തീർന്നു ഗൈസ്. പൈസ എങ്ങനെയെങ്കിലും കിട്ടുമോ നോക്കണം. പിന്നെ ഡയമണ്ടിൽ എക്സ്ചേഞ്ച് ഒക്കെ പൈസ എല്ലാം ആക്കാൻ കഴിയും ഗൈസ്. ഗ്ലാസ് ആക്കി ഈ ഗ്ലാസ് ആക്കണം ഗൈസ്. ഈ വണ്ടിക്ക് നല്ല ടെറർ ലുക്കാവും ഗൈസ്. ഈ ഗ്ലാസ് വെക്കണമെന്നുണ്ട്, പക്ഷേ പൈസ ഇല്ല. എന്താ ചെയ്യുക? ഞാൻ ഡയമണ്ട് കൊടുത്തിട്ട് പൈസ എടുക്കട്ടെ. അത്ര പൈസ കിട്ടാമെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ ഇത് എടുക്കും ഉറപ്പാണ്. ഇത് എടുക്കും ഗൈസ്. നമ്മങ്ങനെ 100 ഡയമണ്ട് എടുത്തിട്ട് 20,000 മേടിച്ച്. പൈസ എന്ന് പറയാത്തില്ല. ഗൈസ് നമ്പർ പ്ലേറ്റ് മാറ്റാൻ കഴിയുമോ? നമ്പർ പ്ലേറ്റ് മാറ്റാൻ സീനായിരുന്നു. പക്ഷെ ഗൈസ് നമ്പർ പ്ലേറ്റ് മാറ്റാം. ഞാൻ ഇപ്പോൾ വെറുതെ ആ സാധനം തൊട്ടപ്പോൾ നമ്പർ പ്ലേറ്റ് വന്നിട്ട് ഗൈസ്. നമുക്ക് ഏത് നമ്പർ പ്ലേറ്റ് വെക്കണ്ട? കുറേ രാജ്യത്തിനുണ്ട് നമ്പർ പ്ലേറ്റ്. ഇന്ത്യൻ്റെ ഇല്ലാന്ന് തോന്നുന്നു, ബാക്കി എല്ലാത്തിനുണ്ട്. ഇന്ത്യനെ കാണുന്നില്ലല്ലോ. ഇപ്പോൾ കൊറിയ വന്ന് കൊറിയ അങ്ങനെ പറയാ. പിന്നെ ഇത് ഏതെങ്കിലും രാജ്യം കണക്കറിയില്ല. ഇത് കൊറിയെന്ന് മനസ്സിലായി. അതെന്തെങ്കിലും കൊറിയൻ്റെ അകത്ത് പോലെല്ലാം കണ്ട് ഇത്. പിന്നെ ദുബായി നടിയിൽ എഴുതിയിന്. അപ്പോൾ UAE യുണൈറ്റഡ് എമിറേറ്റ്സ് അറബ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നേരെ തലതിരിച്ചിട്ടാ പറഞ്ഞു ഗൈസ്. അത് അർജൻറ്റീനൻ്റെ അല്ലേ ഇപ്പോൾ കണ്ടേ? അർജൻറ്റീനൻ്റെ ഗൈസ്. നമ്മൾ അർജൻറ്റീന എടുത്തിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പല്ലേ നടക്കുന്നത്. അപ്പം അർജൻറ്റീനൻ്റെ നമ്പർ പ്ലേറ്റുള്ള വണ്ടിയാണ് നടക്കുന്നത്. ഈ വണ്ടി അർജൻറ്റീന ഫാൻസ് നമ്മൾ അങ്ങ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഫാൻസൊന്നും കുറ്റം പറയരുത്. ബാക്കിയുള്ള രാജ്യത്തിനൊന്നും ഇല്ല, അർജൻറ്റീനൻ്റെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് മേടിച്ചതാണ്. പോർച്ചുഗലിലില്ല, ബ്രസീലിലില്ല, ഇംഗ്ലണ്ടിലില്ല, ഈജിപ്തൊന്നും പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ നമ്പർ പ്ലേറ്റ് എന്നറിയില്ല. ഇതിൻ്റെ ഞങ്ങൾക്ക് തിരിഞ്ഞത് അർജൻറ്റീന എന്ന് അതിൽ എഴുതിയോണ്ടാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഫാൻസൊന്നും വിചാരിക്കരുത് ഗൈസ്. പിന്നെ ഞാൻ പുക മാറ്റാൻ മറന്നായി. കറുപ്പ് പുക എന്തുപോലെ ഉണ്ട്. നമുക്ക് വേറെ ഏതെങ്കിലും പുക ആക്കാം ഗൈസ്. ഏത് പുകയാണ് എത്തിക്കണ്ടേ? ചോപ്പിൻ്റെ ഇപ്പുറത്തുള്ള പുക എടുത്താലോ? അത് എടുത്തിട്ടുണ്ട്. പൈസ പിന്നെ നമുക്ക് പുത്തിരിയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഞാൻ പിന്നെ ഇത് മാറ്റാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല. അതുകൊണ്ട് പോയി ഗൈസ്. അകല്ല ഞാൻ മാറ്റിയത്, വേറെ സാധനമാണ്. അതിൻ്റെ ഉള്ളിലത്തെ സാധനം ഞാൻ മാറ്റിയത്. പിന്നെ സ്റ്റിക്കർ ഉണ്ട് ഗൈസ്. അർജൻറ്റീന സ്റ്റിക്കർ ഉണ്ടോ നോക്കിയിട്ട് വന്നേ. നോക്കുമ്പോൾ അർജൻറ്റീനയും ഇല്ല, പോർച്ചുഗലിനും ഇല്ല, ബ്രസീലിനും ഇല്ല, ഇംഗ്ലണ്ടിനും ഇല്ല, ഈജിപ്തിൻ്റെ ആരും ഇല്ല ഗൈസ്. അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്യാനായിട്ടുണ്ട് ഗൈസ്. മോഡിഫൈ കഴിഞ്ഞിട്ട് ഞാൻ ഈ കുളത്തിൽ വെറുതെ അങ്ങ് ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കുകയാണ്. അപ്പോഴാണ് ശുക്കൂർ വിളിക്കുന്നത്. ശുക്കൂറിനെ എയർപോർട്ടിൽ നിന്ന് കൂട്ടണം പോലും. ശുക്കൂറിനെ എയർപോർട്ടിൽ കൂട്ടണം പോലും. നമ്മങ്ങനെ ശുക്കൂറിനെ എയർപോർട്ടിൽ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണ് ശുക്കൂർ പറഞ്ഞത് ശുക്കൂറിനെ പ്ലെയിനിൽ കീക്കുന്നില്ല ഈ രാജ്യത്തേക്ക്, ഇവിടത്തേക്ക് കൊണ്ടുപോകുന്നല്ലോ. അപ്പോൾ നമുക്ക് ശുക്കൂറിനെ രക്ഷിക്കണം. അതുകൊണ്ട് ആ പ്ലെയിൻ നമ്മൾ എങ്ങനെയെങ്കിലും നിർത്തിക്കണം ഗൈസ്. നമ്മൾ പ്ലെയിനിൻ്റെ അടുത്തിട്ടുണ്ട്. ശുക്കൂറിനെ നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. ശുക്കൂറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. എങ്ങനെ നിർത്തിക്കാം ഗൈസ്? ശുക്കൂറിനെ രക്ഷിക്കൂ ഗൈസ്. ശുക്കൂറിനെ നമ്മൾ അങ്ങനെ മുക്കിയിട്ടാണെങ്കിൽ നമ്മൾ രക്ഷിക്കും ഗൈസ്. ഈ വണ്ടി നമ്മളെയും കൂടി പോയെന്നല്ലോ ഗൈസ്. ശുക്കൂർ ഏതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെട്ടോണ്ട് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു. അമ്മക്ക് നിർത്തിക്കാനൊന്നും കഴിയുന്നില്ല. ശുക്കൂർ ഏതെങ്കിലും രാജ്യത്ത് പോയി രക്ഷപ്പെട്ടിട്ട്. നമുക്കങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.